റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയ്ക്ക് ദില്ലിയിൽ ഊഷ്മളമായ വരവേൽപ്പ്. പ്രോട്ടോകോൾ ചട്ടങ്ങൾ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒബാമയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ അംഗീകാരമാണെന്ന് ബറാക്ക് ഒബാമ പറഞ്ഞു. ഇന്ത്യക്ക് നമസ്തേ പറഞ്ഞുകൊണ്ടായിരുന്നു ഒബാമയുടെ തുടക്കം. നമസ്തേ, to be back in India. मेरा प्यार बारा नमस्कार. അതിഥിയായി ക്ഷണിച്ചതിനും ഹൃദ്യമായ സ്വീകരണം നൽകിയതിനും ഒബാമ മോഡിക്ക് നന്ദി പറഞ്ഞു. മോഡിയുടെ അമേരിക്കൻ സന്ദർശന സമയത്തെ മാഡിസൺ സ്ക്വയർ പ്രസംഗത്തെ ഒബാമ വാനോളം പുകഴ്ത്തി. മോഡിക്ക് ബോളിവുഡ് താരത്തിന് ലഭിക്കുന്ന സ്വീകരണമാണ് മാഡിസൺ സ്ക്വയറിൽ ലഭിച്ചതെന്നായിരുന്നു ഒബാമയുടെ വിലയിരുത്തൽ. പ്രിയ സുഹൃത്തെന്നാണ് ഒബാമയെ മോഡി വിശേഷിപ്പിച്ചത്. മോഡിയും ഒബാമയും തമ്മിലുള്ള ഊഷ്മള ബന്ധം വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു മോഡിയുടെ പ്രസംഗം. ഒബാമയെ അതിഥിയായി ലഭിച്ചത് വലിയ സന്തോഷവും അംഗീകാരവുമാണെന്ന് മോഡി പറഞ്ഞു. താനും ഒബാമയുമായുള്ള ബന്ധം വ്യക്തികൾ എന്നതിനപ്പുറം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന് മോഡി വ്യക്തമാക്കി. ഇരുവരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് മുഴുവൻ സമയ ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഡി പ്രസംഗം അവസാനിപ്പിച്ചത്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. 6 വർഷമായി തർക്കങ്ങളെ തുടർന്ന് നടപ്പാവാതെ ഇരുന്ന ആണവ കരാർ യാഥാർത്ഥ്യമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെയും സംയുക്ത പ്രസ്താവന. എന്നാൽ തർക്ക വിഷയങ്ങളിൽ എന്തു പരിഹാരമാണ് ഉണ്ടായതെന്ന് വിശദീകരിക്കപ്പെട്ടില്ല. ഇരു നേതാക്കളുടെയും നേതൃത്വത്തിൽ ഹൈദരാബാദ് ഹൌസിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമായിരുന്നു സംയുക്ത പ്രസ്താവന. ഇന്ത്യയ്ക്ക് UN രക്ഷാസമിതിയിൽ സ്ഥിര അംഗത്വം ലഭിക്കുന്നതിന് പിന്തുണ നൽകുമെന്ന് ബറാക്ക് ഒബാമ വ്യക്തമാക്കി. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആണവ ബാധ്യതാ നിയമപ്രകാരം ആണവ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് റിയാക്ടറുകൾ നൽകിയ കമ്പനികളാണ്. അമേരിക്ക എതിർക്കുന്ന ഈ നിയമത്തിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ആണവ കരാർ യാഥാർത്ഥ്യമായി എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നാണ് സൂചന. എന്നാൽ ഇരു നേതാക്കളും ഇത് സംബന്ധിച്ച ഒരു വിശദീകരണവും നൽകിയില്ല. ലോകത്തിന് സമാധാനവും സ്ഥിരതയും ഐശ്വര്യവും പകരം വിധമുള്ള പുതിയ യുഗപ്പിറവിക്കാണ് തുടക്കമായിരിക്കുന്നതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. Today, we also decided to take up our growing defense cooperation to the new level. We have agreed in principle to pursue co-development and co-production of specific advanced defense projects. This will help upgrade our domestic defense industry and expand the manufacturing sector in India. പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരാറുകൾ ഉണ്ടാവും. പ്രതിരോധ ചട്ടക്കൂട് കരാർ 10 വർഷത്തേക്ക് കൂടി നീട്ടി. സമുദ്ര സുരക്ഷയിൽ സഹകരണം വ്യാപിപ്പിക്കും. തീവ്രവാദ ഭീഷണിക്കെതിരെ യോജിച്ച മുന്നേറ്റം നടത്താനും വ്യാപാരം, സാമൂഹ്യ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വ്യാപകമാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുമായുള്ള ബന്ധം പരമപ്രധാനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ബറാക്ക് ഒബാമ UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനെ അമേരിക്ക പിന്തുണയ്ക്കും എന്നും വ്യക്തമാക്കി. I reiterate to the Indian people today that we support a reformed UN Security Council that includes India as a permanent member. At the same time, we see India playing a greater role in ensuring international security and peace and meeting shared challenges. As a leading contributor to UN peacekeeping missions for many years, India can help the world do even more to protect citizens in conflict zones. മുമ്പൊരിക്കലും ഉണ്ടാവാത്ത തരത്തിൽ അമേരിക്കൻ അനുകൂല നിലപാടുകളിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നാണ് മോദി ഒബാമ കൂടിക്കാഴ്ച നൽകുന്ന സൂചന. ആണവ കരാർ വിഷയത്തിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ മറികടന്നുകൊണ്ടുള്ള മോദി സർക്കാരിന്റെ നീക്കം വരും ദിനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് കാരണമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. ദില്ലിയിൽ നിന്ന് ആർ സുഭാഷ്. പാർലമെന്റ് പാസാക്കിയ ആണവ ബാധ്യതാ നിയമം മോദി സർക്കാർ അട്ടിമറിച്ചുവെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. क्या पार्लियामेंट ने जो कानून पास किया, क्या उस कानून के विपरीत कुछ एग्रीमेंट है? अगर एग्रीमेंट उस तरीके से विपरीत है तो वो गलत है, उसको तो हम मानेंगे नहीं और शायद कई सारे लोग नहीं मानेंगे, क्योंकि काफ़ी बहस के बाद, काफ़ी पिछले बार पार्लियामेंट के अंदर संघर्ष के बाद ये एक्सेप्ट किया गया. और ख़ासतौर से अपने विदेश मंत्री सुषमा जी तो स्पष्ट रूप से कही कुछ महीने पहले कि गोपाल के कांड को भारत भूल नहीं सकता और उस तरीके की दुर्घटनाएं ना हो. अगर दुर्घटनाएं हो तो वो भी जिन्होंने इक्विपमेंट दिया वो भी जिम्मेदार रहेंगे. इसलिए इसकी सुरक्षा रखने के लिए हमने वो कानून में संशोधन ले आया था पिछले बार और उस पर भारत और मोदी सरकार डट के खड़ा रहेगी. ये उनका बयान था.
अब क्या उससे पीछे हटे या नहीं हटे वो तभी पता चलेगा जब वो लिखित रूप में जो पता चलेगा कि क्या है ये नया एग्रीमेंट वो जो कह रहे हैं. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളിയായ കെ ഹരിദാസ്, മുതിർന്ന BJP നേതാവ് LK അദ്വാനി തുടങ്ങി 9 പേർക്ക് പത്മവിഭൂഷണും 20 പേർക്ക് പത്മഭൂഷണും 75 പേർക്ക് പത്മശ്രീയും പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് 7 മലയാളികളും ധീരതയ്ക്കുള്ള പുരസ്കാരത്തിന് 6 മലയാളികളും അർഹരായി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും മലയാളിയുമായ കെ വേണുഗോപാൽ, മുതിർന്ന BJP നേതാവ് LK അദ്വാനി, അമിതാഭ് ബച്ചൻ തുടങ്ങി 9 പേർക്കാണ് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നത്. അഭിഭാഷകൻ ഹരീഷ് സാൽവെ, അമേരിക്കൻ വ്യവസായി ബിൽ ഗേറ്റ്സ്, അദ്ദേഹത്തിന്റെ പത്നി മെലിൻഡ ഗേറ്റ്സ് തുടങ്ങി 20 പേർക്ക് പത്മഭൂഷണും, കായിക താരങ്ങളായ മിതാലി രാജ്, PV സിന്ധു, ആരോഗ്യമേഖലയിലെ സജീവ സാന്നിധ്യവും മലയാളിയുമായ ഡോക്ടർ KP ഹരിദാസ് തുടങ്ങി 75 പേർക്കും പത്മശ്രീയും പ്രഖ്യാപിച്ചു. 148 പേരുടെ അവസാന പട്ടികയിൽ നിന്നാണ് ഇവരെ പത്മ പുരസ്കാരങ്ങൾക്ക് തെരഞ്ഞെടുത്തത്. ആത്മീയ ആചാര്യന്മാരായ ശ്രീ രവിശങ്കർ, ബാബ രാംദേവ്, അമൃതാനന്ദമയി തുടങ്ങിയവർക്ക് പത്മ പുരസ്കാരങ്ങൾ നൽകാൻ പരിഗണിച്ചത് വലിയ വിവാദമായിരുന്നു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് 7 മലയാളികളും അർഹരായി. ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് മരിച്ച മലയാളിയായ PG ജോമോന് മരണാനന്തര ബഹുമതിയായി ഉത്തമജീവൻ രക്ഷാപതകം ലഭിച്ചു. സുബിൻ മാത്യു, KC മാത്യു, രാഹുൽ TL, യദുകൃഷ്ണൻ, അഖിൽ ബിജു തുടങ്ങിയവർ ധീരതയ്ക്കുള്ള അവാർഡിനും അർഹരായി. വിജേഷ് നടുവിൽ, ദില്ലി. തിരുവനന്തപുരത്ത് KM മാണി താമസിക്കുന്ന ഹോട്ടലിലേക്ക് DYFI മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് CG ചേരുന്നു. ദിൽജിത്ത്, ആരോപണങ്ങളെ പുച്ഛിച്ച് തല്ലുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. എത്രത്തോളം ശക്തമാണ് യുവജന സംഘടനയുടെ പ്രതിഷേധം? അരുൺ, അതിനേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാണി താമസിച്ചിരുന്ന സ്വകാര്യ ഹോട്ടൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡോക്ടർ ബിജു രമേശിൻ്റെ വീടിന് തൊട്ട് മുമ്പിലുള്ള ഹോട്ടലാണ്. ഈ തൊട്ട് പുറകിൽ കാണുന്ന ലൂസിയ ഹോട്ടലിലാണ് മാണി താമസിച്ചത്. ഈ ഹോട്ടലിൽ നിന്നും ബിജു രമേശിൻ്റെ വീട്ടിലേക്ക് 10 മീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത്. അതുതന്നെയാണ് ഈ മാണിയുടെ സന്ദർശനത്തിൽ ദുരൂഹത ഉളവാക്കുന്ന കാര്യം. ഇത്തരത്തിൽ ഒരു ദുരൂഹത അവശേഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ മാണി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏകദേശം വൈകിട്ട് 7:30 KM മാണി ഈ ഹോട്ടലിൽ എത്തിയത്. അദ്ദേഹത്തിനൊപ്പം കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. തികച്ചും സ്വകാര്യ സംഭാഷണമായിരുന്നു എന്നാണ് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം പ്രതികരിച്ചത്. അദ്ദേഹം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ DYFI പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് മാർച്ചുമായി എത്തി. KM മാണിയുടെ സ്വകാര്യ പരിപാടികളിലും എല്ലാം പൊതുപരിപാടികളെല്ലാം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഇന്നലെ CPIM നടത്തിയിരുന്നു. ഇത്തരത്തിൽ സ്വകാര്യ ഹോട്ടലിൽ, അതും ബിജു രമേശിൻ്റെ വീടിന് തൊട്ട് സമീപത്തുള്ള സ്വകാര്യ ഹോട്ടലിൽ KM മാണി സന്ദർശനം നടത്തുന്നുവെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്ന് DYFI പ്രവർത്തകർ സംഘടിച്ച് ഇങ്ങോട്ടേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തി. അവരെല്ലാം ഈ ഹോട്ടലിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഇവിടെ ഗതാഗത തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. അതിനുശേഷം വൻ പോലീസ് സന്നാഹമാണ് ഈ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയത്. അവർ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതിനുശേഷം ഏറെ കഴിഞ്ഞാണ് ധനമന്ത്രി KM മാണി ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോഴും രൂക്ഷമായ ഭാഷയിലാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ ഉയർന്ന ആരോപണങ്ങളും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ പറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നിർദ്ദേശങ്ങളുമെല്ലാം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ ചോദിച്ചു. പക്ഷേ അതിനോടൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. തികച്ചും സ്വകാര്യമായ ഒരു സന്ദർശനം മാത്രമായിരുന്നു ഇത്. വ്യക്തി ജീവിതത്തിന്, സ്വകാര്യ ജീവിതത്തിന് വില കൽപ്പിക്കണം, മാധ്യമങ്ങൾ മര്യാദ പാലിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് KM മാണി നടത്തിയിരിക്കുന്നത്. അപ്പോഴും ബിജു രമേശിന് വീടിനടുത്തുള്ള ഈ ഹോട്ടൽ തന്നെ മാണി സ്വകാര്യ സന്ദർശനത്തിനായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിൽ ദുരൂഹത നിലനിൽക്കുന്നു. അരുൺ, തീർച്ചയായും ദിൽജിത്ത് CG ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ നിലനിൽക്കെ ആരോപണം ഉന്നയിച്ച ബിജു രമേശിൻ്റെ വീടിന് 10 മീറ്റർ അടുത്ത് ധനമന്ത്രി KM മാണി താമസിച്ച് മടങ്ങിയെത്തിയെന്ന വളരെ ഗൗരവതരമായ വാർത്തയാണ് ദിൽജിത്ത് CG റിപ്പോർട്ട് ചെയ്യുന്നത്. KM മാണി രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ജേക്കബ്. മാണി മാറിയില്ലെങ്കിൽ നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും പ്രശാന്ത് ഭൂഷൺ. അതേസമയം പാലായിൽ മന്ത്രി KM മാണി പങ്കെടുക്കാനിരുന്ന പരിപാടികൾ റദ്ദാക്കി. സംഘർഷം ഭയന്നാണ് പരിപാടികൾ റദ്ദാക്കിയത്. കോഴ ആരോപണത്തിൽ ധനമന്ത്രി KM മാണിക്കെതിരെ നേതാക്കളുടെ പ്രതികൂല പരാമർശങ്ങൾ തുടരുന്നു. KM മാണി രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ജേക്കബ്. മാണി മാറിയില്ലെങ്കിൽ നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും മാണി നിയമവകുപ്പ് ഒഴിഞ്ഞ് നിയമം അറിയാവുന്നവർ ആ വകുപ്പിൽ വരണമെന്നും ജേക്കബ് പറഞ്ഞു. ഈ നിയമവകുപ്പ് മാണി എന്നുള്ളതുകൊണ്ടല്ല,
അത് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കേണ്ട ഒരു വകുപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിയമമന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള വേറെ നിയമം അറിയാവുന്ന ആരെങ്കിലും കേൾക്കുന്ന നല്ലതായിരിക്കും. KM മാണിയുടെ രാജിയെക്കുറിച്ച് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് PJ ജോസഫ് പറഞ്ഞത്. ബജറ്റ് മാണി തന്നെ അവതരിപ്പിക്കുമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ജോസഫ് പറഞ്ഞു. PC ജോർജിന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും PJ ജോസഫ് പറഞ്ഞു. KM മാണി സാർ രാജിവെക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തലത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയെ മാറ്റി അന്വേഷിപ്പിക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. And if in that audio recording the bar owners are saying that they have paid money to him, then ordinarily that is sufficient for the purpose of charge sheeting him and trying him. Then this investigation should be transferred to an agency which is not under the control of the Kerala government, like the CBI. അതേസമയം പാലായിൽ KM മാണി പങ്കെടുക്കാനിരുന്ന പരിപാടികൾ റദ്ദാക്കി. തലപ്പുലത്തും പ്ലാശനാലും നടക്കാനിരുന്ന പൊതുപരിപാടികളാണ് റദ്ദാക്കിയത്. സംഘർഷം ഭയന്നാണ് രണ്ടിടത്തെയും പരിപാടികൾ റദ്ദാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള മുന്നോക്ക കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ദൂതൻ മുഖേന രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. രാജി സ്വീകരിക്കുന്ന കാര്യത്തിൽ ജനുവരി 28 UDF യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി പിള്ളയോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ആലുവ ജനസേവാ ശിശു ഭവനിലെ 2 പെൺകുട്ടികൾ വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ ജനസേവയിലെത്തിച്ച ശ്രീദേവിയും അശ്വതിയുമാണ് വിവാഹിതരായത്. പാലക്കാട് സ്വദേശികളാണ് ഇരുവരെയും വിവാഹം ചെയ്തത്. തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന ജനസേവാ ശിശുഭവനിൽ നിന്നും ആദ്യമായി വിവാഹിതരാകുന്നവരാണ് ശ്രീദേവിയും അശ്വതിയും. അച്ഛനും അമ്മയും പിരിഞ്ഞതിനെ തുടർന്നാണ് അശ്വതി ജനസേവയിലെത്തുന്നത്. നാടോടി സ്ത്രീയിൽ നിന്നും മമ്മൂട്ടി ഫാൻസുകാരാണ് ശ്രീദേവിയെ രക്ഷപ്പെടുത്തി ജനസേവയിലെത്തിച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഇരുവരെയും വിവാഹം കഴിപ്പിച്ചയക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ജോസ് മാവേലി പറഞ്ഞു. ഞങ്ങളിന്ന് ജനസേവാ ശിശുഭവൻ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളെ 2 മക്കളെ ജനസേവ ശിശുവെല്ലാം ആദ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ജനസേവയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ, അത് എന്നൊരു സ്വപ്നമാണ് ജനസേവയ്ക്കുള്ളത്. അതിനുവേണ്ടി ഇനിയും ഒത്തിരി സന്മനസ്സുള്ള ആളുകൾ മുമ്പോട്ട് വരണം. പാലക്കാട് സ്വദേശികളായ സതീഷും പ്രമോദുമാണ് ഇരുവരെയും താലി ചാർത്തിയത്. ചലച്ചിത്ര താരങ്ങളായ KPSC ലളിത, കവിയൂർ പൊന്നമ്മ, തസ്നി ഖാൻ, അൻവർ സാദത്ത് MLA തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ വക ഉപഹാരം അസോസിയേഷൻ പ്രസിഡന്റ് നവദമ്പതികൾക്ക് സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CNN IBN ചാനലിലെ ഇന്ത്യ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനുള്ള വോട്ടെടുപ്പിൽ അവസാന റൗണ്ടിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവും കേരള പോലീസിലെ DIG P വിജയനും തമ്മിൽ കടുത്ത മത്സരം. പൊതുജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന പോപ്പുലർ ചോയ്സ് വിഭാഗത്തിൽ ഇരുവർക്കും പിന്നിലുള്ളത് ചലച്ചിത്ര താരങ്ങളായ സൽമാൻ ഖാനും അമീർ ഖാനും ഇന്ത്യൻ ആർമിയുമാണ്. നാദാപുരം ഷിബിൻ വധക്കേസിൽ ഒരു യൂത്ത് ലീഗ് നേതാവ് കൂടി അറസ്റ്റിലായി. കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു. മുഖ്യപ്രതി തെയ്യമ്പാടി ഇസ്മായിലിനെതിരെ ഗുണ്ടാ നിയമം ചുമത്തിയെങ്കിലും മുസ്ലിം ലീഗ് രക്ഷപ്പെടുത്തി. CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ബുധനാഴ്ച സമ്മേളനം സമാപിക്കും. കണ്ണൂർ കഴിഞ്ഞാൽ പാർട്ടി മെമ്പർമാർ കൂടുതലുള്ള ജില്ല എന്ന നിലയിൽ ഇടത് കോട്ടയ്ക്ക് സമ്മേളനം കൂടുതൽ കരുത്തേകുമെന്ന് CPIM നേതാക്കൾ അറിയിച്ചു. കണ്ണൂർ CPIM ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആശയ രാഷ്ട്രീയ പ്രചരണത്തോടൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും കൂത്തുപറമ്പിൽ CPIM നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരികയാണ്.